ഇതിന്റെ ഉള്ളടക്കം, അതായത് ഈ പ്രോഗ്രാമിന്റെ ഒക്കെ ഈ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നിനക്കറിയോ അതിനെക്കുറിച്ച്? അതല്ല, അത് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. എന്റെ ഉള്ളടക്കം ഇല്ല, അറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ പിന്നെ ആ ഒരു ഉള്ളടക്കം പറയാം. നിങ്ങൾക്കറിയോ? ഒത്തിരി ഓവറുണ്ട്. പിന്നെ എന്താണ് മത്സരാർത്ഥികൾ ഇല്ലെങ്കിൽ അത് അടിപൊളിയാണ്. എന്നാലും ഇത്ര നാള് നടന്ന പോലെയല്ല ഇപ്പൊ നടക്കണത്. ഇത് മോശമായിട്ടാണ്. അയ്യോ, അത് അപ്പോഴൊക്കെ കാണുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കാണണേ എന്റെ പൊന്നെ, പേര് കേൾക്കുമ്പോ തന്നെ ഓട്ടോ. നേരത്തെ എന്ത് രസമായിരുന്നു. ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പ്രേക്ഷകരുടെ മുമ്പിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറെ മോശം പ്രവർത്തികൾ, പിന്നെ ആൾക്കാരെ തല്ലുന്നത്, അങ്ങനെയൊക്കെ പരിപാടികളാണല്ലോ സീസൺ 6 നടക്കുന്നത്. ഓ പോയോ? ശരി, നല്ല ചിരിയൊക്കെയായിരുന്നു, നല്ല വർത്താനമായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നടന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ വിവാദങ്ങളും വലിച്ചഴിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനിടയിൽ വളരെയധികം കേസുകളും അടിയും വഴക്കും ബഹളവും വളരെ ജനങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിലേക്കാണ് ബിഗ് ബോസ് 6 പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുജന അഭിപ്രായം. അതിനിടയിൽ ഹൈക്കോർട്ടും അഭിപ്രായം അതിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം എന്താണ് BB6 കുറിച്ച് അവരുടെ അഭിപ്രായം എന്ന്. എന്താണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള ചേച്ചിയുടെ അഭിപ്രായം? നല്ലതാ, നല്ല കാണാനൊക്കെ അഭിനയിക്കണവരും നല്ല എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഭയങ്കര വഴക്കുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് കേട്ടു. അതിന്റെ മോഹൻലാല് വന്ന് അതൊക്കെ തീർക്കണോണ്ട് ഒരു പെണ്ണ് ചെറുക്കനോട് കൂടി നിന്ന് അവർക്ക് അതിന്റെ അവിടെ എല്ലാവരും കുറ്റം പറഞ്ഞു. പിന്നെ അവര് തമ്മിൽ സ്നേഹമൊക്കെ ആയി. അപ്പൊ ഇപ്പൊ ഹൈക്കോടതി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അത് ഇന്നലെ 2 ദിവസമായിട്ട് കണ്ടിട്ടില്ല, അവ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ടിവിയുടെ നിങ്ങൾക്ക് സന്തോഷമാണ്, ആ ഷോ കാണുന്നത് സന്തോഷമാണ്. അപ്പൊ അതില് ഹൈക്കോടതി ഇടപെടുന്ന അഭിപ്രായത്തോട് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോഹൻലാല് അത് വെച്ചത് പരിപാടിയൊക്കെ നല്ല അതാണ്. ആ പെണ്ണിനും ചെറുക്കനും തമ്മിൽ ഇത്തിരി ഇത് വന്ന കാരണമാണെന്ന് തോന്നണേ. അങ്ങനെ പക്ഷേ നിയന്ത്രണങ്ങൾ വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നിയന്ത്രണം വേണം. ഉള്ളടക്കത്തിന് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിയമപരമായിട്ട് അത് നിർത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നിർത്തണ്ട, നല്ലതാ. നല്ല ഒത്തിരി ഓവറുണ്ട്. പിന്നെ എന്താണ് മത്സരാർത്ഥികൾ ഇല്ലെങ്കിൽ അത് അടിപൊളിയാണ്. എന്നാലും ഇത്ര നാള് നടന്ന പോലെയല്ല ഇപ്പൊ നടക്കണത്. ഇത് മോശമായിട്ടാണ്. ഒരു പിള്ളേരെ കൂട്ടിയിരുന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ പോലത്തെ ഒരു ഇതായിപ്പോയി തവണത്തെ ബിഗ് ബോസ്. അതുകൊണ്ടാണ് ഹൈക്കോടതി പരാതി എന്നിട്ട് അതിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്നൊരു ഒരു ഓർഡർ വന്നിരിക്കുന്നത്. ഷോ നടന്നോട്ടെ, പക്ഷേ ഈ തവണത്തെ മത്സരാർത്ഥികൾ ഇവരുടെ ഷോ അത്ര ഇച്ചിരി ഒരു എന്താ പറഞ്ഞ 1ാം സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മോശപ്പെട്ട മത്സരാർത്ഥികളാണ് ഈ തവണത്തെ. അത് അതിന്റെ ഒരു കാരണക്കാരൻ ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ എനിക്ക് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അവിടെ വന്നക്കണ ടീമുകളാ, മറ്റുള്ളവരെ പറയാൻ പറ്റില്ല. എന്നാലും ഈ ഉള്ളടക്കമൊക്കെ ഒന്ന് പരിശോധിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ജാസ്മിനും ഗബ്രി എല്ലാ ദിവസവും കാണും. എനിക്ക് ആ നിങ്ങൾക്ക് എവിടുന്നാ? ഞങ്ങള് കാഞ്ഞൂര്, കാലടി കാഞ്ഞൂര്. ശരി, ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഒരു പുതിയ ബിഗ് ബോസിൽ ഭയങ്കര അടിയും വഴക്കൊക്കെ നടക്കുന്നതായിട്ട് എന്തായാലും കാണുന്ന ഒരാളാകുമ്പോൾ അത് ശ്രദ്ധിച്ചാണല്ലോ. അപ്പം ബിഗ് ബോസ് അതിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്നും അത് പിന്നെ പ്രേക്ഷകർക്ക് അനുകൂലമല്ലെന്നും അല്ലാതെ അത് ശരിയല്ലെന്നും ഒരു അഭിപ്രായം. എന്താണ് ചേട്ടാ? എല്ലാ വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങൾ വരില്ലേ, പ്രശ്നമില്ലല്ലോ. ബിഗ് ബോസ് നമുക്ക് ഇപ്പൊ ഈ സീസൺ 6 നമ്മുടെ ഫാമിലിയോട് കൂടെ ചേർന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണോ തോന്നുന്നത്? കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് കാണാം. പിന്നെ ഹൈക്കോടതിയിൽ പരാതി ചെന്ന് അവർ ഉള്ളടക്കം പരിശോധിക്കുന്നു പറയുന്നത് ശരിയാണെന്ന് ചേട്ടൻ തോന്നുന്നു. പരിശോധിച്ചോട്ടെ, എല്ലാം പരിശോധിക്കണ്ടേ, അതിനെന്താ പ്രശ്നം? എന്താ കുഴപ്പമുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനകത്ത് മത്സരാർത്ഥി ആരാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാ മത്സരത്തിലും സീസൺ 6 സീസൺ 5 ആണോ സീസൺ 6 ആണോ ഇഷ്ടം? ഇപ്പോൾ സീസൺ 6 അല്ലേ? അപ്പോൾ അതിൽ അപ്ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ. സീസൺ 6 ആവും, മറ്റേ പഴയതല്ലേ. എന്താണ് അഭിപ്രായം കുട്ടികളെ നിങ്ങൾക്ക് ബിഗ് ബോസിനെ കുറിച്ച്? അഭിപ്രായം നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ബോറാണ്. നമുക്ക് മടുപ്പടിച്ചു തുടങ്ങിയോ? അതെ, ഭയങ്കര ഓവറാണ് ആക്ടിങ്. ഒന്ന് ജെന്യുവൻ അല്ലാന്ന് തോന്നുന്നു. തോന്നുന്നുണ്ട്. സീസൺ 5 ഒന്നുകൂടെ താന്നു പോയത്.
ആ തോന്നുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഹൈക്കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളടക്കം, അതായത് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിശോധിക്കണം, ആൾക്കാർക്കൊക്കെ ഒന്ന് കാണാം. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ പരിശോധിക്കേണ്ട ഒരു TV ഷോ ആണോ ഇത്? അതെ അതെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതെ പരിശോധിക്കണമെന്നാണ്. ഓക്കെ. ഏറ്റവും ബോറനായിട്ടുള്ള പിന്നെ കാൻഡിഡേറ്റ് അതിനകത്ത് മത്സരിക്കുന്ന മത്സരാർത്ഥി ആരാണ്? ജാസ്മിൻ, ഗബ്രി, അവരൊക്കെയാണ് കുളവാക്കുന്നത്. അതെ അതെ, ഓവർ ആക്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ക്വാളിറ്റി ഇല്ലായ്മയൊക്കെയാണ് തോന്നുന്നത്. ശരി, താങ്ക് യു. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ നന്നാക്കേണ്ടതാണ് ഒരു ഷോ അല്ലേ? ഫോണിലൊക്കെ കാണുമല്ലോ, അതെങ്ങനെ ഇതായിട്ട് കാണാറില്ല. അഭിപ്രായം എന്താണ്? ജാസ്മിനും ഗബ്രിയും ഭയങ്കര ബോറാണ്, ഓവറാണ്. ഇതിനകത്ത് കോടതി ഇടപെട്ട് പരിശോധിക്കേണ്ട ആവശ്യകത വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ വേഴ്സ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ള പ്രോഗ്രാം അടിപൊളിയായിരുന്നു, പക്ഷെ ഇത്തവണ ഇച്ചിരി ഓവറാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല പരിപാടിയാണ്. ജാസ്മിൻ ഒരു രക്ഷയില്ല. ഇപ്പൊ ഹൈക്കോടതി ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കണം, ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കണ്ട് ഉള്ളടക്കം പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ചേട്ടാ അത് ശരിയാ? ഇതിന്റെ ഉള്ളടക്കം, അതായത് ഈ പ്രോഗ്രാമിന്റെ ഒക്കെ ഈ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ അതിനെ കുറിച്ച്? അതല്ല, അത് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അറിയോ എൻ്റെ ഉള്ളടക്കം? ഇല്ല, അറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ പിന്നെ ആ ഒരു ഉള്ളടക്കം പറയാം. നിങ്ങൾക്കറിയോ? അറിയില്ല. അപ്പൊ ഹൈക്കോടതി എന്ന് പറഞ്ഞ എൻ്റെ ഉള്ളടക്കം പറഞ്ഞേക്കളെ. ഹൈക്കോടതി പറഞ്ഞത് ഉള്ളടക്കം പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യകത ഇതിനുണ്ട്. പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? ആർക്കും അറിയാൻ പറ്റും. ആർക്കും അറിയാൻ പറ്റും. കാരണം നിയമം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ പൊതുജനമായി എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉൾക്കൊള്ളൂ. അല്ല, പൊതുജനമല്ല, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അല്ല, ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതിയിലെ പറഞ്ഞേക്കാം. ഈ പൊതുജനം പല അഭിപ്രായം പറയും. അപ്പൊ ഉള്ളടക്കം ഹൈക്കോടതിക്ക് പരിശോധിക്കാൻ പറ്റുമോ? ഹൈക്കോടതി പരിശോധിച്ചല്ലേ പറ്റത്തുള്ളൂ. അതിന് പൊതുജനത്തെക്കാളും പവർ ഉണ്ടല്ലോ ഹൈക്കോടതിക്ക്. ഞാൻ അതല്ലേ ചോദിച്ചത്, ചേട്ടന് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ജാസ്മിൻ ഒന്ന് ഒഴിവാക്കാം. ജാസ്മിനെ ഒഴിവാക്കണം. ഇല്ല, അവള് കൊള്ളാർന്ന്. അവള് മറ്റേ റീൽസ് ചെയ്യുമ്പോൾ മറ്റേ മേക്കപ്പ് കാര്യങ്ങളും ഫേസിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കൊള്ളാർന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണായിരുന്നു. അപ്പൊ ഈ ബിഗ് ബോസ് വന്നപ്പോഴത്തേക്കും ഭയങ്കര കച്ചറ, ഓവർ ആക്ടിങ് ആണ്. അതൊരു ഫോൾട്ട് ഇമേജ് അല്ലേ? ഒരു മോശം ഇമേജ് ആക്കി പോയെന്ന്. ഇമേജ് എന്നാണ് അവളെ വല്ല സ്വന്തം കളയാ. ഈ ഗബ്രി ആയിട്ടുള്ള പരിപാടി അങ്ങനെ നമുക്ക് പൊതുവേദിയിലൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ബിഗ് ബോസിനെ കുറിച്ച്? ബിഗ് ബോസ് കുഴപ്പമില്ല, പക്ഷെ ചിലവരെ കളികളൊന്നും ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. കഴിഞ്ഞ വർഷത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഏതാ നല്ലത്? കഴിഞ്ഞ വർഷം സീസൺ 5 അഖിൽമാരാ ഞങ്ങൾക്ക് റോബിന്റെ അത് തന്നെ, റോബിന്റെ സീസൺ 5 ആയിരുന്നു ഇഷ്ടം. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭയങ്കര കോൺട്രവേഴ്സി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആണല്ലോ ഇപ്രാവശ്യം സീസൺ 6 അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം പരിശോധിക്കണം. അപ്പൊ അങ്ങനെ ഒരു പരിശോധിക്കേണ്ട ഒരു TV ഷോ ആണോ ഇത്, കോടതി ഇടപെട്ട്? ഇപ്പൊ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു ഷോ അല്ലേ? അതെ, ജനങ്ങളാണല്ലോ കാണുന്നത്. ജനങ്ങളല്ല കാണുന്നത്. അപ്പൊ അതുകൊണ്ട് കോടതിക്ക് ഇടപെട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉള്ളടക്കം അറിയണമെന്നുണ്ടോ? അത് നമുക്ക് അങ്ങനെ അതിനോട് താല്പര്യമില്ല. ഷോ നടക്കുന്ന പോലെ നടന്നോട്ടെ. കുറച്ചുകൂടെ ഡീസന്റ് ആക്കിയാൽ മതി. അതെ, മത്സരാർത്ഥികളെ കുറച്ചുകൂടെ റൂൾസും റെഗുലേഷൻസും പറഞ്ഞു കൊടുക്കണം. ജാസ്മിന്റെ ഇതൊന്നും ഞങ്ങൾക്ക് അത്ര ഗബ്രീഡിൻ അത്ര താല്പര്യമായിട്ട് തോന്നുന്നില്ലേ. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അവരുടെ ഭാഗങ്ങൾ കാണുമ്പോ ബുദ്ധിമുട്ടാണ്. ശരി, താങ്ക് യു സോ മച്ച്. ആരും കാണാറില്ല, അതിനെ കുറിച്ചൊരു അഭിപ്രായമില്ല? ഒരു അഭിപ്രായമില്ല? എനിക്ക് ഈ സീസൺ വലിയ ഇതായില്ല. അത് തുടക്കമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സീസൺ അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് സീസൺ കണ്ടിട്ടില്ല. തുടക്കത്തെ ബിഗ് ബോസിനെക്കാട്ടും നല്ലോണം മാറി. തുടക്കത്തെ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ബിഗ് ബോസ് വലിയ ബോറാണ്, ഭയങ്കര അടിപൊളിയൊക്കെ. നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കണ്ടോണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അതൊരു എന്റർടൈൻമെന്റ് മാറിയിട്ടൊരു ശോകമായി തുടങ്ങിയല്ലേ? ഫുള്ള് പിന്നെ അടിയായി തല്ലായി തല്ലി പരിക്കേറ്റ് പുറത്തു പോലെ. സിജോ ഇഷ്ടമായിരുന്നോ? എനിക്കറിയില്ല, ഞാൻ ഈ സീസൺ കണ്ടിട്ടേ ഇല്ല. അപ്പൊ പൊതുവിൽ ഇപ്പം ഹൈക്കോടതി ഒക്കെ അതിനകത്ത് ഇടപെട്ടിട്ട് പ്രോഗ്രാമിലെ ഉള്ളടക്കം പരിശോധിക്കണമെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു TV ഷോ ഇങ്ങനെ ഒരു വർഷങ്ങളായിട്ടുള്ള സീസൺ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഇതിനകത്ത് ഹൈക്കോടതി ഇടപെട്ട് നിർത്തേണ്ട മാത്രം പ്രശ്നമുള്ള ഒരു സീസൺ ആണോ ഇത്? എന്നാലും അലമ്പാണ്. അടിയാണ് ഭയങ്കര. പിന്നെ തെറികളൊക്കെ കാരണം ഇങ്ങനെ കുട്ടികളൊക്കെ കാണുന്നില്ലേ, അപ്പം മോശമായിട്ടുള്ള ഇങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ബാക്കിയുള്ളൊരു അങ്ങനെ കുറെ വാക്കുകളൊക്കെ പഠിക്കാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രണം വേണം. നിയന്ത്രണം വേണമെന്നോ. പിന്നെ വെറുതെ രാവിലെ എഴുന്നേറ്റ് അടി, അതൊക്കെ തന്നെ ഉള്ളു. നെഗറ്റീവ് വൈബാണല്ലോ തുറന്നു വെച്ചാൽ. അത് തന്നെ, അത് പിന്നെ ആണ്. ശരി, ഓക്കെ. അപ്പൊ ചില്ലേ.
ഈ സീസണെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. ഓക്കെ, എന്താണ് ഇതിനകത്ത് മോശമായിട്ട് ഭയങ്കര എന്താണ് അതില് ജയിക്കുമെന്ന് പറയാൻ വേണ്ടി അറിയാൻ പറ്റൂല. കാരണം എല്ലാരും ഭയങ്കര മോശമായിട്ടാണ് കളിക്കണത്. ഫുള്ള് ഇടിയും ബഹളവും അത് തന്നെ. ട്രൂ ആയിട്ട് കളിക്കുന്ന ആരും ഇല്ല, അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല ഇതുവരെ. ഇല്ല, ഒരു ഫേക്ക് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ടാണ് എല്ലാരും കളിക്കുന്നതായിട്ടാണ്. ജാസ്മിനൊക്കെ ഭയങ്കര ജാസ്മിനും ഗബ്രി ഭയങ്കര മോശമായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഈ മോശം കൂടി തല്ലും വഴക്കുമായി അടിവെച്ച ആൾക്കാരെ പുറത്തിറക്കുന്ന കണ്ടീഷനൊക്കെ ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്നാണ്. എന്താണ് അതിനെക്കുറിച്ച്? അങ്ങനെ പരിശോധിക്കേണ്ട ഒരു ഗെയിമാണോ ഇത്? ഇപ്പോഴത്തെ എപ്പിസോഡ് വളരെ മോശമാണ്, അതുകൊണ്ട് പരിശോധിക്കണം നല്ലതായിരിക്കും. ജയിക്കുമെന്ന് ആരെയും പറയാൻ പറ്റൂല ഇപ്പോഴത്തെ എപ്പിസോഡിൽ. താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യം സീസണെ കുറിച്ച് ഇപ്പോഴത്തെ സീസൺ ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത്. നമ്മൾക്ക് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ ബിഗ് ബോസ്? ഫാമിലിക്ക് ഇല്ല. കഴിഞ്ഞ വർഷത്തെ കണ്ടിരുന്നോ? കഴിഞ്ഞ വർഷത്തെ കണ്ടിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സീസൺ 6? ഇപ്പോഴത്തെ സീസണിൽ ഒന്നുമില്ല പ്രത്യേകിച്ച്. കഴിഞ്ഞ സീസണിൽ ജോളിയായിട്ട് എല്ലാവരും നല്ല ഓരോ എപ്പിസോഡും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അയ്യോ, അത് അപ്പോഴൊക്കെ കാണുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കാണണേ എന്റെ പൊന്നെ, പേര് കേൾക്കുമ്പോ തന്നെ ഓട്ടമാ. നേരത്തെ എന്ത് രസമായിരുന്നു. എനിക്കൊന്ന് ഹാളിൽ തുറന്നു വെക്കുമ്പോ തന്നെ വീട്ടുകാർ അങ്ങോട്ടും ഓടിക്കളയുന്നു. ബിഗ് ബോസ് ഭയങ്കര എന്തൊരു ഒച്ചപ്പാട് ഒച്ചപ്പാട് കൂടി അടിയായി, പലരും പുറത്തായി, അടി കൊണ്ട് പുറത്തായി സിജോയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അതിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്നൊരു തീരുമാനം ഇടുന്നുണ്ട്. എന്താ അതിനെ കുറിച്ച്? അങ്ങനെ ഒരു പരിശോധിക്കേണ്ട TV ഷോ ആണ്. നല്ലതായിരിക്കും. ഒരു TV ഷോ അല്ലേ, എല്ലാരും കാണുന്നതല്ലേ. പ്രത്യേകിച്ച് കോടിക്കണക്കിന് മലയാളി പ്രേക്ഷകർ കാണുന്നത്, ഒത്തിരി പേര് കാണുന്നതല്ലേ. എന്താണ് അഭിപ്രായം? അങ്ങനെ പരിശോധിക്കുന്നതിന്റെ ആവശ്യകത പരിശോധിക്കണം, കാരണം ഒരാളുടെ ഹെൽത്ത് വെച്ചിട്ടല്ലേ കളിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്താണ് അഭിപ്രായം ബിഗ് ബോസിനെ കുറിച്ച്? എന്താ പറഞ്ഞോളൂ. പറഞ്ഞോടാ. സീസൺ കണ്ടിട്ടില്ല. വേറെ മോശമാണോ നല്ലതാണോ? മോശം എന്ന് പറയാൻ പറ്റില്ല, നല്ലതെന്ന് പറയാൻ. ഏത് സീസണാണ് ഇഷ്ടം? 5 എങ്ങനെയുണ്ട്? 5നെ വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ട്? 5 തന്നെ നല്ലത്. 5 നല്ലത്. സീസൺ 6നെ കുറിച്ച് എന്താ അഭിപ്രായം? വർസ്റ്റ് ആണോ? മോശമാണ്. നമുക്ക് പ്രേക്ഷകർ ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിരുന്നല്ലോ നേരത്തെ. അത് ഇപ്പം അങ്ങനെയല്ല. കാരണം അത് നടക്കുന്ന സംഭവങ്ങള് ഫാമിലിക്ക് മൊത്തത്തിലിരുന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി തല്ലും വഴക്കൊക്കെ ആയി ആളെ അടിച്ച് പുറത്താക്കുന്ന കണ്ടീഷനൊക്കെ എത്തിയല്ലോ. നമ്മൾ സിജോ പുറത്തായതൊക്കെ കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇപ്പം അതിന്റെ ഉള്ളടക്കം എന്നൊരു നിയമം കൊണ്ടുവരുവാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ പരിശോധിക്കേണ്ട TV ഷോയും മാറിയോ ബിഗ് ബോസ്? അപ്പൊ അങ്ങനെ പരിശോധിക്കണമെന്നാണോ? പറയുന്നത് അത് നല്ലതായിരിക്കും അല്ലേ? കാരണം ഇങ്ങനെ അഴിച്ചുവിട്ട കാപോത്തിനെയൊക്കെ പോലെ ഇങ്ങനെ അവർ അഴിഞ്ഞാടുകയാണ്. ഒരു റൂൾസും റെഗുലേഷനും ഇല്ലാതെ വളരെ വേഴ്സ്റ്റാണെന്നാണ് പൊതുവിൽ ഞങ്ങൾ അഭിപ്രായം എടുത്ത് വന്നപ്പോൾ കണ്ടത്. അത് നിങ്ങൾ യോജിക്കുന്നു? ഓക്കെ, താങ്ക് യു സോ മച്ച്. സീസൺ 5 കണ്ടിട്ടുണ്ടോ? 5 ആണോ ഇഷ്ടം, 6 ആണോ ഇഷ്ടം? 5 ആണ് ഇഷ്ടം. 6 എന്താണ് അഭിപ്രായം 6നെ കുറിച്ച്? ഭയങ്കര സംസാരം മോശമാണ്. നമുക്ക് പേരൻസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഇളയ കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വേദിയായിരുന്നു നേരത്തെ ബിഗ് ബോസ്. ഇപ്പം അങ്ങനെയാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ട് ഇപ്പം അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കേണ്ട ഒരു ആവശ്യകത ഈ സീസൺ 6-നുണ്ടോ? അങ്ങനെ പേടിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ചേച്ചി, അതല്ലേ പറയുന്നത്. ശരി, അപ്പോൾ ഇതിനകത്ത് എന്താണ് വേർഡ്സ് ആയിട്ട് തോന്നിയിരിക്കുന്നത് സീസൺ 6-നകത്ത്? ബാഡ് വേർഡ്സ് യൂസ് ചെയ്യണത്. മോശം വേർഡ്സ് അല്ലേ? നമ്മളത് ഉപയോഗിക്കാൻ പാടില്ലാത്ത, ഒരു പ്രേക്ഷകരുടെ മുമ്പിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ മോശം പ്രവൃത്തികൾ, പിന്നെ ആൾക്കാരെ തല്ലുന്നത്, അങ്ങനെയൊക്കെ പരിപാടികളാണല്ലോ സീസൺ 6-ൽ നടക്കുന്നത്. ഓ പോയോ? ശരി, നല്ല ചിരിയൊക്കെ ആയിരുന്നു, നല്ല വർത്താനമായിരുന്നു. 2 വർത്താനം കൂടെ പറഞ്ഞിട്ട് പോയിക്കൂടെ? താങ്ക് യു സോ മച്ച്. സീസൺ 5 കണ്ടിട്ടുണ്ടോ? ഏതാണ് നല്ലത്? 5. സീസൺ 6-ൽ എന്താണ് വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്? പാരൻസിന് അല്ലെങ്കിൽ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണോ ഇപ്പോഴത്തെ BB6? ഒരു അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല സീസൺ 5-നെ കമ്പയർ ചെയ്യുമ്പോൾ. ചുമ്മാ അടിപിടി ഉണ്ടാക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അടി ഉണ്ടാക്കണ പോലെ തോന്നുന്നു. അതായത് എല്ലാവരും ഫേക്ക് ആണെന്ന് തോന്നുന്നു, ഒറിജിനൽ അല്ലാന്ന് ഫീൽ ചെയ്യുന്നല്ലേ? അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ഈ വേഴ്സ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പരിശോധിക്കേണ്ട ഒരു TV സീസൺ ആണോ ഇത്? അങ്ങനെ തോന്നുന്നു. അങ്ങനെ ചോദിച്ചാൽ കുറേ മോശം വേർഡ്സ് ഒക്കെ പറയുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് വെച്ചാൽ ദേഷ്യം വരികയെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നിട്ടാണ്. ഇതിപ്പം ദേഷ്യം വരണല്ലോ എന്ന് വിചാരിച്ച് ദേഷ്യപ്പെടുന്ന പോലത്തെ ഒരു സീസൺ. മൊത്തത്തിൽ ആ ഗെയിം ഫുള്ളോടെ പ്ലേയേഴ്സ് എല്ലാവരും ഒരു ഫേക്ക് ആക്ടേഴ്സ് ആയിട്ട് മാറിയെന്ന് തോന്നുന്നു. അതെ, അങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്? അതെ. ശരി, താങ്ക് യു.